കോഴിക്കോട് നിന്ന് യുവാവിനെ തട്ടിക്കൊണ്ടുപോകുന്ന കൂടുതൽ ദൃശ്യങ്ങൾ പുറത്ത്. ബുധനാഴ്ച രാത്രി 2 മണിക്കാണ് ബേപ്പൂർ സ്വദേശി ബിജുവിനെ തട്ടിക്കൊണ്ടുപോയത്. ഇയാളെ വൈകിട്ട് മലപ്പുറം കരുവാരക്കുണ്ട് നിന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തു. ഇതിന്റെ ദൃശ്യങ്ങളടക്കം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. നിലവിൽ സിനിമയെ പോലും വെല്ലുന്ന തരത്തിലാണ് നഗര മധ്യത്തിൽ നിന്ന് ഒരു യുവാവിനെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തത്. ഇതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ പ്രചരിക്കുന്നു. ഏതായാലും ഇത് സംബന്ധിച്ച കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ട്. യുവാവ് പറയുന്ന കാര്യങ്ങളിൽ സ്ഥിരീകരിക്കേണ്ടതുമുണ്ട്. കോഴിക്കോട് നിന്ന് യുവാവിനെ തട്ടിക്കൊണ്ടുപോയതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ബുധനാഴ്ച രാത്രി 2 മണിക്കാണ് ബേപ്പൂർ സ്വദേശി ബിജുവിനെ തട്ടിക്കൊണ്ടുപോയത്. ഇയാളെ വൈകിട്ട് മലപ്പുറം കരുവാരക്കുണ്ട് നിന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തു. വിവരങ്ങളുമായി ലതീഷ് ചേരുന്നുണ്ട്. ലതീഷ്, ഇത് എന്താണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെയാണ്, ഒരു സിനിമ പോലെയാണ് തട്ടിക്കൊണ്ടുപോകൽ നടത്തിയിരിക്കുന്നത്. എന്താണ് പോലീസ് പറയുന്നത്? ഈ തട്ടിക്കൊണ്ടുപോകലിന് ഇടയാക്കിയത് എന്താണ്? യുവാവ് എന്താണ് പറയുന്നത്? ഏതായാലും ഒരു യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കോഴിക്കോട് നിന്ന് യുവാവിനെ തട്ടിക്കൊണ്ടുപോകുന്നതിൻ്റെ കൂടുതൽ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ബുധനാഴ്ച രാത്രി 2 മണിക്കാണ് ബേപ്പൂർ സ്വദേശി ബിജുവിനെ തട്ടിക്കൊണ്ടുപോയത്. വിവരങ്ങളുമായി ലതീഷ് ചേരുകയാണ്. ലതീഷ്, എന്താണ് ഈ തട്ടിക്കൊണ്ടുപോകലിന് ഇടയാക്കിയത്? യുവാവ് എന്താണ് പറയുന്നത്? പോലീസ് എന്താണ് പറയുന്നത്? 2 ദിവസം മുമ്പാണ് ഈ സംഭവം ഉണ്ടായത്. സിജു, നമ്മൾ ആ വാർത്ത ആ ദിവസം തന്നെ നൽകുകയും ചെയ്തിരുന്നു. ബിജുവിനെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലാണ് കോഴിക്കോട് നഗരത്തിൽ നിന്നും പുലർച്ചെ 2 മണിയോടുകൂടി 16-ാം തീയതി, അതായത് 2 ദിവസം മുമ്പ് പുലർച്ചെ 2 മണിയോടുകൂടി അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ നിന്ന് എത്തിയ സംഘം തട്ടിക്കൊണ്ടുപോകുന്നത്. പോലീസുകാർ എന്ന് പറഞ്ഞാണ് ബിജുവിനെ സ്ഥാപനത്തിൽ നിന്നും 5 സംഘം താഴേക്ക് ഇറക്കിക്കൊണ്ടുവരുന്നത്. തുടർന്ന് കാറിലേക്ക് ബലമായി പിടിച്ചു കയറ്റുകയും അവിടെ നിന്നും തട്ടിക്കൊണ്ടുപോവുകയുമായിരുന്നു. ബിജു അലറി വിളിക്കുന്നതെല്ലാം ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇത് തടയാൻ ശ്രമിക്കുന്ന ഒരാളെയും, ഈ മോട്ടോർ ബൈക്കിൽ എത്തിയ ഒരാൾ ഇത് തടയാൻ ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹത്തെയും ഇത് ദൃശ്യങ്ങളിൽ കാണാം. പുറത്ത് റോഡിന് എതിർ വശത്ത് നിന്നും ഒരാൾ മൊബൈലിലെടുത്ത ദൃശ്യങ്ങളാണെന്നാണ് പോലീസ് നൽകുന്ന വിവരം. എന്തായാലും മണിക്കൂറുകൾക്കകം തന്നെ വൈകിട്ടോടുകൂടി തന്നെ ബിജുവിനെ പോലീസിനെ കരുവാരക്കുണ്ട് വെച്ച് ഒരു അടച്ചിട്ട മുറിയിൽ നിന്നും കണ്ടെത്താനും കഴിഞ്ഞിരുന്നു. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള ലതീഷാണ് വിവരങ്ങൾ നൽകിയത്.